ഫുട്ബോൾ കളിയെ കാര്യമായി കാണുന്നയാളാണ് കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് മുണ്ടക്കയം ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന കെ രാജേഷ്. ലഹരിക്കെതിരെ യുവാക്കളെ സംഘടിപ്പിച്ചുള്ള പോരാട്ടം കൂടിയാണ് രാജേഷിന് ഫുട്ബോളിനോടുള്ള കമ്പം. പ്രചരണ രംഗത്ത് സജീവമായതോടെ മത്സരത്തിന് ഇടവേള നൽകി. വിജയിച്ചാൽ കായിക മേഖലയ്ക്ക് വലിയ പരിഗണന നൽകാനാണ് ഇദ്ദേഹത്തിന്റെ തീരുമാനം. മുണ്ടക്കയത്തെ യുവാക്കളെ കൂട്ടി എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കുന്നത് രാജേഷിനൊരു ലഹരിയാണ്. CPIM കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി പ്രവർത്തിക്കുമ്പോഴും ആ പതിവ് രീതിക്ക് മുടക്കം വരുത്തിയിട്ടില്ല. കായിക മേഖലയോട് യുവാക്കൾക്ക് ലഹരി ഉണ്ടാകുമ്പോൾ മറ്റു ലഹരിയെ അവർ ഗ്രൗണ്ടിന് പുറത്തു നിർത്തുമെന്നാണ് രാജേഷിൻ്റെ പക്ഷം. ഇത് നമ്മുടെ നാട്ടിൽ പ്രധാനമായും ചെറുപ്പക്കാരെയാകെ അണിനിരത്താൻ കഴിയുന്ന ഒരു മേഖലയാണല്ലോ. അപ്പോൾ അത് ലഹരിക്കെതിരെയൊക്കെയുള്ള വലിയ ക്യാമ്പയിൻ വിടുന്ന സമയത്ത് അതിനെ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു മേഖല കൂടുതൽ ഫുട്ബോൾ മാത്രമല്ല കേട്ടോ, എല്ലാ നിലവാരത്തിനുമുള്ള കായിക മത്സരങ്ങളെ ഇടപെടലുകളെ ഒക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായതോടെ താൽക്കാലികമായി കളിക്ക് ഇടവേള നൽകിയിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കുന്ന പക്ഷം കായിക മേഖലയുടെ ഉണർവാണ് ലക്ഷ്യമിടുന്നത്. ഭാവിയിൽ ഞാനൊക്കെ ജനപ്രതിനിധികളായി വരാൻ ഇടവരുന്ന പക്ഷം തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനമായി ഊന്നൽ കൊടുക്കുന്നത്, നമ്മൾ ഈ മേഖലയിലുള്ള ആളാണല്ലോ, അപ്പോൾ ഏറ്റവും പ്രധാനമായി ഊന്നൽ കൊടുക്കുന്ന ഒരു മേഖല തീർച്ചയായിട്ടും കായിക മേഖലയായിരിക്കും. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയായിരിക്കും. ജില്ലാ പഞ്ചായത്തിലേക്ക് മുണ്ടക്കയം ഡിവിഷനിൽ നിന്നുമാണ് കെ രാജേഷ് ജനവിധി തേടുന്നത്. മുൻപ് ഒരു തവണ ഇവിടെ നിന്നും ജില്ലാ പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.